സോ ഹേ ഗായ്സ് കുഞ്ഞിച്ചിവ. സോ നമ്മൾ കുറേ ദിവസമല്ലേ വീട്ടിലിട്ട് ഗൈസ്. സംഭവം വേറൊന്നുമില്ല, എനിക്ക് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അങ്ങ് അടിച്ചു പോയി. പിന്നെ എൻ്റെ ഈ ആപ്പുള്ളൊരു ഫോണാണ്, അത് ഉമ്മയുടെ ഫോണാണ്, എൻ്റെ ഉമ്മയുടെ ഫോണാണ്. സോ അപ്പോൾ അതിൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അങ്ങനെ നമ്മൾ കുറേ നേരം എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവിടെ ആനിമിയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നതെന്ന്. ഗൈസ് കേൾക്കുമ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നെങ്കിലും ഞാനും ഒരു കഥ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ആനിമി കഥ. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു AI കൂടി ഉണ്ടായിട്ടാണ് എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. കാര്യം ഫോട്ടോസ് ഇമേജസൊക്കെ അല്ലാതെ കുറച്ച് എയുടെ പേര് ഞാൻ പറയണമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ആ ഒരു ക്ലൂ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, സോ അങ്ങനെ കാര്യങ്ങളൊക്കെ. സോ ഗൈസ് നമ്മളങ്ങനെ ഈ ചാനലിൽ ആനിമിയായിട്ട് അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, നമ്മൾ മൈൻക്രാഫ്റ്റ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇച്ചിരി ഡിഫറൻറ്റ് എടുത്ത് പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ക്രിയേറ്റ് ചെയ്തത്. സംഭവം വെക്കേഷനൊക്കെ ആണല്ലോ, ബോറടിച്ചിരിക്കണമെന്ന് വെച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പിന്നെ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിലിടാമെന്നെങ്കിൽ വിചാരിച്ച്. സോ നമ്മുടെ ആനിമിയിലെ മെയിൻ സംഭവം, അതായത് നമ്മുടെ പേര്, അതായത് നമ്മുടെ ടൈറ്റിൽ മീൻസ്, അതായത് ഞാൻ ഇവിടുത്തെ ഒരു പോസ്റ്റർ കാണിച്ചു ഗൈസ്. ഇതാണ് സംഭവം. സോ ഒരു ഇൻട്രോ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് പോയി ഗൈസ്. സീനരി. സോ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല ഗൈസ്. ഞാനാണ് എക്സ്പ്ലനേഷൻ കാണാറ്, ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കതൊന്നും അറിയത്തൊന്നുമില്ല. സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്ത ആനിമി ആയതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈസി ആയിരിക്കും. സോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകും, എന്തായാലും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ ഇരിക്കാതിരിക്കത്തില്ലല്ലോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 Part to 5, അതായത് ഒരു ചാപ്റ്റർ തൊട്ട് 5ാം ചാപ്റ്റർ വരെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് 1 Part to 5 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോ നമ്മൾ അടുത്ത പാർട്സൊക്കെ ചെയ്തിരിക്കും. സോ ദി ആനിമി. കഥയുടെ തുടക്കം ജാപ്പാനിലെ ഒരു ഹോസ്പിറ്റൽ വെച്ചാണ്. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു പയ്യനെ കാണിച്ചു. ഇവനാണ് ആ പയ്യൻ, പേര് ഫുസ്ട്രോനീച്ച്. 18 വയസ്സുള്ള ഒരു ചെറുക്കനാണ് ഇവന് അച്ഛനും അമ്മയില്ലാത്തൊരു ഓഫണായാണ് അവൻ വളരുന്നത്. അവനെ നോക്കുന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മാതാപിതാക്കളാണ്. ഇവൻ സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവനൊരു അൺനോൺ ഡിസീസസ് ഉണ്ട്, അതെ, മരുന്നില്ലാത്ത അസുഖം. ആ അസുഖം കൊണ്ട് ഇവന് മര്യാദയ്ക്ക് കോളേജിൽ പോകാനോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അവൻ്റെ ഇതുവരെയുള്ള ലൈഫിൻ്റെ പകുതി മുക്കാലം അവൻ ഹോസ്പിറ്റലാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത്. അവൻ നല്ലൊരു പരിശ്രമിക്കുന്ന വ്യക്തിയായതുകൊണ്ട് അവൻ പിന്നെയും അവൻ്റെ അസുഖത്തിന് വേണ്ടി അവനായിട്ട് തന്നെ മരുന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഡോക്ടേഴ്സിനൊന്നും ഇതുവരെ അതിന് മരുന്ന് കണ്ടുപിടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അവൻ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് അവൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 2 മാസത്തിന് ശേഷമാണ്. ഇതിൻ്റെ ഇടയിൽ ഇവൻ 2 മാസം അവൻ കഷ്ടപ്പെട്ട് അവൻ കുറേ റിസർച്ച് ചെയ്ത് അവൻ്റെ സയൻറ്റിസ്റ്റ് ചെയ്യാനുള്ള പഠിക്കുന്നതിൻ്റെ ബുദ്ധിയും വെച്ച് അവനൊരു മരുന്ന് അവൻ്റെ അസുഖത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാണ്. ഓർക്കണം, ഡോക്ടേഴ്സ് അഥവാ അവർക്ക് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മരുന്നാണ് അവൻ്റെ ബുദ്ധി വെച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ അസുഖത്തിന് വേണ്ടി. അങ്ങനെ അവൻ ഒന്നും ചിന്തിക്കാതെ അവൻ്റെ ബോഡിയിൽ കുത്തിയൊക്കെ വെച്ചു. പക്ഷേ അവന് വെച്ച സമയത്ത് ആദ്യമൊന്നും തോന്നിയില്ല. അവൻ വിചാരിച്ചു അവൻ്റെ പരീക്ഷണം ഫെയിലായെന്ന്. പക്ഷേ 2-3 ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ടാണ് അവൻ ആ മരുന്നിൽ നിന്ന് കിട്ടിയത്. അവൻ്റെ അസുഖം കംപ്ലീറ്റ്ലി ക്യൂറായിരുന്നു. പക്ഷേ അവൻ പോലും അറിയാതെ അതിലൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് അവൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തു. പിറ്റേ ദിവസം അവൻ്റെ ബോഡി ഷേപ്പ് ചെക്കപ്പിന് വേണ്ടി അവൻ ഹോസ്പിറ്റലിലോട്ട് പോയപ്പോൾ അവൻ്റെ കാര്യം അറിയാണ്. ആ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് സീരിയസ് ആയിട്ട് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അവൻ അറിയുകയാണ്. അവന് കുറച്ച് ബ്ലഡ് വേണമെന്നും അവൻ അറിയുന്നുണ്ട്. പക്ഷേ അവൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഭയങ്കര റെയർ ബ്ലഡാണ്. പക്ഷേ നമ്മുടെ നായകൻ, അതായത് നമ്മുടെ ഫുസ്ട്രോനീസിന് അവൻ്റെ ബ്ലഡും സെയിമാണ്. സോ അവൻ്റെ ബ്ലഡ് അയാൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യാണ്. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേരെന്ന് പറയുന്നത് ഐസൻ കെഞ്ചി, അതായത് നമ്മുടെ ഈ കഥയിലെ നെഗറ്റീവ് ഷെയ്ഡ്, വില്ലൻ ക്യാരക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നായകനായ ഫുസ്ട്രോനീച്ചിൻ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ അൺനോൺ ഡിസീസിന് വേണ്ടി. പക്ഷേ ആ ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സൈഡ് എഫക്റ്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇവന്മാർക്ക് പവർ കിട്ടുന്നത്, നമ്മുടെ ഫുസ്ട്രോനീച്ചിന് പവർ കിട്ടുന്നത്. സോ ഈ പവർ വരുന്നത് ബ്ലഡിലാണ്. ഇവന് ബ്ലഡിലാണ് അസുഖം. സോ ബ്ലഡിന് വേണ്ടിയാണ് അവൻ ആ മരുന്ന് കണ്ടുപിടിച്ചത്. അപ്പോൾ ആ മരുന്ന് കലർന്നത് ബ്ലഡിലോട്ടാണ്. സോ ആ ബ്ലഡാണ് നമ്മുടെ ഐസൻ കെഞ്ചിക്ക് ഡൊണേറ്റ് ചെയ്തത്. സോ നമ്മുടെ നായകൻ്റെ അതേ സെയിം പവർ നേരെ നമ്മുടെ ഐസൻ കെഞ്ചി, അതായത് നമ്മുടെ വില്ലനും പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫുസ്ട്രോയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്നോ പവർ കിട്ടുമെന്നോ ഒന്നും അറിയത്തില്ല. അവൻ്റെ ബ്ലഡിൽ അസുഖം ക്യൂറായി, അത് മാത്രമേ അവനിപ്പോൾ തലയിലുള്ളൂ. അപ്പോൾ
ഇത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും അവന് അറിയണ്ടായിരുന്നില്ല. നമ്മുടെ നായകനെ പോലെ, അതായത് ഫിഷറോനിച്ചിനെ പോലെ തന്നെ നമ്മുടെ വില്ലൻ, അതായത് ഐസൻ ഗെഞ്ചിക്കും ഇതിനെപ്പറ്റി ഒരു ചുക്കും അറിയത്തില്ല. കാരണം അവൻ ആക്സിഡൻ്റായിട്ട് ബോധമൊക്കെ പോയി കിടക്കുവാണല്ലോ. സോ പിന്നെയാണ് അത് മനസ്സിലാകുന്നത്. പിന്നെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്നത് വില്ലനിലോട്ടാണ്, അതായത് ഐസൻ്റെ അടുത്താണ്. ഐസൻ ഈ ആക്സിഡൻ്റൊക്കെ പറ്റുന്നതിന് മുന്നേ അവനൊരു കംപ്ലീറ്റ് ജെൻറ്റിൽമാൻ ആയിരുന്നു. അവൻ്റെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും ഇമ്പോർട്ടൻറ്റ് അവൻ്റെ ഫാമിലി ആയിരുന്നു. ഫാമിലി നോക്കാൻ വേണ്ടിയും സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ കുറേ ലോൺസും കടങ്ങളും ഒക്കെ അവൻ ഉണ്ടാക്കി വെച്ചു. അത് അവൻ്റെ ഫാമിലിക്ക് സന്തോഷമായെങ്കിലും പക്ഷേ അവൻ്റെ ലൈഫിന്, അതായത് അവൻ്റെ ലൈഫിന് അത് ഭയങ്കര ഒരു വിഷയമായിരുന്നു. അതൊക്കെ ആലോചിച്ച് വരുമ്പോഴാണ് ഇവന് ഈ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നത്. സോ ആക്സിഡൻ്റൊക്കെ ബ്ലഡ് കിട്ടി അവൻ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് എത്തുന്നു, അവൻ്റെ ഫാമിലിയുടെ ഒക്കെ കൂടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ്റെ ബോഡിയിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. സംഭവം മസിൽ സ്ട്രെങ്ത്, സ്പീഡ്, മെൻ്റലി ഉള്ള സംഭവങ്ങളൊക്കെ അവന് മൊത്തത്തിൽ അവനൊരു വല്ലാത്തൊരു ഫീൽ അടിക്കുന്നു. അവനെല്ലാം ഒരു അപ്ഗ്രേഡ് ആയിട്ടൊരു ഫീല്. അപ്പോൾ 28 വയസ്സുള്ളവനാണെങ്കിലും പക്ഷേ അവൻ്റെ മൈൻഡ് ഇപ്പോഴും ഒരു കൊച്ചു പിള്ളേർ കണക്കാണ്. അവന് ഒരു സൂപ്പർ പവർ കിട്ടി എന്നൊരു ഫീല് അവനായിട്ട് തന്നെ തോന്നുന്നു. അവൻ വിചാരിക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ മക്കളോട് ഇരുന്ന് സിനിമയൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അവൻ ആ കൺസെപ്റ്റ് അങ്ങ് മാറ്റി വെക്കുന്നു. പക്ഷേ ഒരു ദിവസം ഐസൻ നൈറ്റിൽ അവൻ്റെ വീട്ടിലോട്ടുള്ള സ്ട്രീറ്റ് വഴി നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൽ ഇടയിൽ കുറച്ച് ആൾക്കാർ കയറി വന്നു. കുറച്ച് സ്യൂട്ടൊക്കെ ഇട്ട് കുറച്ച് ആൾക്കാരായിരുന്നു അത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വില്ലന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവൻ്റെ ഫാമിലി സന്തോഷിപ്പിക്കാൻ വേണ്ടി അവൻ എടുത്തത്. ആ എടുത്ത കടങ്ങളൊക്കെ അവൻ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. അത് ചോദിക്കാൻ വന്നവന്മാരാണ് ഇവന്മാർ. കൂട്ടത്തിൽ അവൻ്റെ ബോസും ഉണ്ടായിരുന്നു. അയാൾ വന്ന് ചോദിച്ചു, നീ എൻ്റെ പൈസ ഇതുവരെ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. ഞാൻ നിനക്ക് കുറേ ചാൻസ് തന്നു. നിനക്ക് നിൻ്റെ പൈസ തിരിച്ചു തരാനായിട്ട്. നിൻ്റെ ഫാമിലിയെ വേണ്ടി സന്തോഷിപ്പിക്കാനാണെങ്കിൽ നീ വല്ല പണിയെടുത്തുണ്ടാക്കണം. പണിയെടുക്കുന്നവനാണെന്ന് അറിയുന്ന കൊണ്ടാണ് നിനക്ക് ഞാൻ തന്നത്. പക്ഷേ നീ എനിക്ക് തിരിച്ച് ഇതുവരെ പൈസ തന്നിട്ടില്ല. നീ എന്താ വിചാരിച്ച ഐസൻ, എന്നെ പറ്റിച്ച് ഈ നാട്ടിൽ ഒളിഞ്ഞു കിടക്കാമെന്ന്? ഇന്ന് നിൻ്റെ അവസാനത്തെ ദിവസമാണ് ഐസൻ. ഇനി നിനക്ക് ചാൻസ് ഇല്ല. സോ റെഡി ടു ഡൈ. ഞാൻ നിന്നെ എന്തായാലും അടിക്കില്ല, കാരണം എനിക്ക് വേസ്റ്റുകളൊന്നും ഇഷ്ടമല്ല. ഇവന്മാർ അടിച്ചോളും, മക്കളെ എല്ലാവരും അടിച്ച് കൊല്ലടാ. ഇത് കേട്ട് ഐസൻ പെട്ടെന്ന് ഷോക്കായി പോകുന്നു. കാരണം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഫ്രണ്ടിൽ വന്ന് നിൽക്കും അവനെ കൊല്ലാനായിട്ട്. അവനൊന്നും ചെയ്യാൻ അറിയത്തില്ല. അവൻ എങ്ങനെയൊന്ന് പ്രോപ്പറായിട്ട് ഒന്ന് ഇടിക്കുക, ഒരു ഫൈറ്റിൽ പോലും അവൻ ഇതുവരെ കയറിയിട്ടില്ല. അവൻ അത്രയ്ക്കൊരു പാവപ്പെട്ടവനായിരുന്നു. അവൻ്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്നവനായിരുന്നു അവന് പൈസ തിരിച്ചടയ്ക്കാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു അത്. പക്ഷേ എന്നാലും അവൻ കുറേ ലീവുകളൊക്കെ ചോദിച്ചിട്ടും പക്ഷേ അവനെ ഇന്ന് അടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വന്നിരിക്കും. അവൻ കുറേ പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിട്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ തിരിച്ചടച്ചോളാം എന്ന് കരഞ്ഞും വിഷമിച്ചും എല്ലാം അവൻ പറഞ്ഞിട്ടും ബോസ്, അതായത് തിരിച്ചടയ്ക്കുക, അതായത് നമ്മളെ ലോൺ ഷാർക്സ് സമ്മതിച്ചേ ഇല്ല. അവനെ കൊല്ലണം എന്നുള്ളൊരു ഇതിൽ തന്നെ നിന്നതാണ്. അതായത് ആ ആക്സിഡൻറ്റ് നടത്തിച്ചതും ഈ ബോസിൻ്റെ സെയിം ആൾക്കാർ തന്നെയാണ്. അതായത് ഈ പൈസ അവൻ്റെ ഇൻഷുറൻസ് തുകയിൽ നിന്ന് എടുക്കാമെന്നാണ് അവന്മാരുടെ പദ്ധതി. ഇതൊന്നും അറിയാതെ ഇരിക്കുമായിരുന്നു നമ്മുടെ പാവം ഐസൻ. പെട്ടെന്ന് അതിലൊരു ഗുണ്ടവന്ന് ഐസനെ മുഖത്തിട്ടടിക്കുന്നു. അവന് നല്ലവണ്ണം വേനെടുത്തിട്ട് അവൻ പറയുന്നു, എന്നെ അടിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാലും പറയുന്നതനുസരിച്ച് ആ ഗുണ്ട അയാളുടെ അവൻ്റെ മുഖത്തിട്ട് അടിച്ചടിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവൻ പെട്ടെന്ന് ആ കൈ പിടിക്കുമ്പോഴത്തേക്കും ആ ഗുണ്ട ഗുണ്ടയെ ബോസ് മാറ്റി നിർത്തിട്ട് അവനടുത്ത് അവൻ അടങ്ങിയിരിക്കാൻ പറയുന്നു, അതായത് ബോസ്. അപ്പോൾ നമ്മൾ ഐസൻ എഴുന്നേറ്റിട്ട് ചിന്തിക്കുകയാണ്, ഞാനിനി ഇങ്ങനെ പാവത്താനെ പോലെ നിന്നിട്ട് ഒരു കാര്യമില്ല. സോ ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മുടെ ഐസൻ്റെ റൈസ്, അതായത് ഉയർത്ത് എഴുന്നേക്കൽ ആ സംഭവം ഗൈസ്. ഓക്കെ, അവൻ എഴുന്നേറ്റിട്ട് അവൻ്റെ സകല സ്ട്രെങ്ത്തും എടുത്ത് അവൻ്റെ മുന്നിൽ ഇരുന്നൊരു ഗുണ്ടയെ ഇടിക്കാൻ നോക്കുന്നു. ആസ് യൂഷ്വൽ ഇവനൊന്ന് പ്രോപ്പറായിട്ട് ഇടിക്കാൻ പോലും അറിയാത്തതുകൊണ്ട് അതായത് അവൻ്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഗുണ്ട ഈസി ആയിട്ട് അത് ഡോഡ്ജ് ചെയ്തിട്ട് അവൻ പറയാണ്, ഐസൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ അവന് ഭ്രാന്തായോ, എന്താണ് നിനക്ക് പറ്റിയത്, നീ തിരിച്ചടിക്കാനൊക്കെ തുടങ്ങിയോ, നിൻ്റെ കൈക്ക് തന്നെ എൻ്റെ മുടി പോലൊന്നും തൊട്ട് വേദനിപ്പിക്കാൻ നിനക്ക് പറ്റത്തില്ല, കാരണം നീ അത്രയ്ക്ക് വീക്കാ ഐസൻ എന്ന് പറഞ്ഞ് അവനെ ഇട്ട് കളിയാക്കുന്നു.
പക്ഷേ ഇവരൊന്നും അറിയാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി പവർ ഐസന് ഉണ്ടെന്ന് അവൻ അറിയില്ല. അവൻ പെട്ടെന്ന് ഓർക്കുന്നു അവൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവേഴ്സിനെ കുറിച്ച്. അവൻ്റെ സിനിമയിലൊക്കെ കണ്ട പോലെ അവൻ്റെ എക്സ്ട്രാ ഓർഡിനറി പവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ നടക്കുന്നു. പിന്നെയും നടക്കുന്നില്ല. പിന്നെയും കൂടുതലുള്ള ഗുണ്ടകൾ പറയുന്നു, നിനക്ക് ശരിക്കും ഭ്രാന്തായോടാ, നിനക്ക് ഈ സിനിമയിലൊക്കെ കാണുന്നില്ല സൂപ്പർ പവേഴ്സൊക്കെ യൂസ് ചെയ്യാൻ നോക്കുന്നു, നീ എന്താ വല്ല സൂപ്പർ ഹീറോ ആണോ സൂപ്പർമാനാണോ അതൊക്കെ ചോദിച്ച് കൂടുതലുള്ള കുറേ ഗുണ്ടകൾ അവനിട്ട് കളിയാക്കി ഒരുമാതിരിയാക്കുന്നു. പക്ഷേ ഐസൻ വിട്ടുകൊടുക്കാനില്ല. ഐസൻ കെൻജി, യു നോ വാട്ട് ഇറ്റ് മീൻസ്, റെഡ് ഡാർക്ക്നെസ്. പെട്ടെന്ന് അവൻ്റെ സകല ശക്തി എടുത്ത് ഫ്രണ്ടിൽ നിന്നൊരു ഗുണ്ടയെ വാലിനിങ്ങനെ ഇടിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ റെഡ് ബോൾ ക്രിയേറ്റ് ആവുന്നു. ചന്ദ്രനൊക്കെ റെഡ് കളറാവുന്നു. മൊത്തത്തിൽ ഒരു ഡാർക്ക് വൈബാവുന്നു. ഒരു റെഡ് ബോൾ അവിടെ ക്രിയേറ്റ് ആവുന്നു. അവിടെ നിന്ന് ഗുണ്ടുകൾക്കൊന്നും ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഐസനും കൂടെ ഒന്നും മനസ്സിലായില്ല. പെട്ടെന്ന് ആ ഒരു സ്പൈറൽ ബോൾ പൊട്ടി ഐസൻ്റെ കൈയിലോട്ട് ഒരു ചുമന്ന കളർ കൈ വരുന്നു. ആ ചുമന്ന കളർ കൈ കൊണ്ട് അവൻ്റെ കണ്ണും ചുമപ്പ് കളറായി തിളങ്ങുന്നു. പെട്ടെന്ന് അവൻ എങ്ങനെ പവർ കിട്ടിയെന്ന് ഒന്നും ആലോചിക്കാതെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ്റെ പടയെന്ന് പറഞ്ഞ് കൊടുത്തു. അവൻ അങ്ങ് തെറിച്ച് പോയി 100 മീറ്റർ അപ്പുറത്തെ വീട്ടിലെ ഒരു ഡസ്റ്റ്ബിൻ ആണ് അവൻ പോയി കിടന്നത്. അവൻ്റെ റിപ്സൊക്കെ പുറത്ത് വന്ന് അവനൊന്ന് വേദന എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവൻ കിടക്കുന്നത്. ഇതൊക്കെ കണ്ട ഗുണ്ടകൾ ഷോക്കാവുന്നു. ഇവിടെ ഐസനും പെട്ടെന്ന് ഷോക്കാവുന്നു. പക്ഷേ അവൻ ഷോക്കായി നിൽക്കുക, ഒന്നും ചിന്തിക്കാതെ അവിടെ നിന്ന് എല്ലാ ഗുണ്ടകളെയും നേരത്തെ പിടിച്ച് ആട്ടിച്ച് ഇടിച്ച് എല്ലാത്തിനും നല്ല കിണ്ടലിടി കൊടുത്ത് എല്ലാത്തിനും പറത്തി കുറേ പേരൊക്കെ താഴെ അടിച്ചിട്ട് കുറേ പേരൊക്കെ ആകാശത്ത് പോയി, കുറേ പേരൊക്കെ മറ്റേവൻ്റെ കൂടെ പോയി, അങ്ങനെയൊക്കെ വന്ന് എല്ലാ എണ്ണത്തിനും ഇടിച്ചിടിച്ചിടിച്ച് അവനിട്ട് കളിയാക്കി അവനെ ഇടിച്ചിടിച്ചിടിച്ച് എല്ലാത്തിനും അടിച്ച് പൊളിക്കും. എല്ലാവരും അടിച്ചതിന് ശേഷം ആകപ്പാട് ലാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ബോസായിരുന്നു. ബോസ് കണ്ടിട്ടും പെട്ടെന്ന് ഇവനെ എന്ത് പറ്റി, ഇവൻ ആരാണ് എന്ന് ചിന്തിച്ചു പോകുന്നു. പെട്ടെന്ന് ഇയാളുടെ അടുത്തോട്ട് ഐസൻ നടന്ന് വരുന്നു. എന്നിട്ട് ഇയാൾ ചോദിക്കുകയാണ്, നീ ആരാണെന്ന് 2 വട്ടം ചോദിക്കുന്നു. പെട്ടെന്ന് ഐസൻ അവൻ പുറത്തെടുപ്പിക്കുകയാണ്. അവൻ്റെ ഇത്രയും നാളത്തെ ദേഷ്യവും വിഷമവും അയാളടുത്ത് ഇന്ന് കെഞ്ചിയതും മുമ്പൊക്കെ കെഞ്ചിയിട്ടുള്ള രീതിയിലുള്ള ദേഷ്യവും എല്ലാം പുറത്തെടുത്ത് പെട്ടെന്ന് പറയാണ്, ഐസൻ കെഞ്ചി എന്ന് പറഞ്ഞൊരു വാലിനൊരേറ്റടി ഒരു വാലിനിടി ആ ബോസിൻ്റെ മുഖത്തോട്ട് തന്നെ കൊടുക്കുകയാണ് ഗൈസ്. ആ മുഖമൊന്നും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ആ മുഖം കിടക്കുന്നത്. അതായത് ഇവനിപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന പവറിൻ്റെ പേരാണ് റെഡ് ഫിസ്റ്റ്. ഈ റെഡ് ഫിസ്റ്റ് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചാൽ പോലും അത്യാവശ്യം നല്ല പരിക്ക് പറ്റും. ആ സമയത്താണ് ഇവൻ്റെ സകല ദേഷ്യം എടുത്ത് ഫുൾ പവറിലൊരേറ്റ ഇടി കൊടുത്തത്. അങ്ങനെ കാര്യത്തിൽ തീരുമാനമായി. അവിടെ ഒരു സീൻ കട്ടാവുകയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ഫുഷ്റോ നീച്ചനാണ് ഗൈസ്. നമ്മുടെ ഫുഷ്റോ നീച്ചൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഇത്രയും നാളത്തെ അവൻ്റെ കഷ്ടപ്പാടിനുള്ളിൽ അവനൊരു മരുന്ന് കണ്ടുപിടിച്ച് അവൻ്റെ മാറാനൊക്കെ അവൻ മാറ്റിയിരിക്കുകയാണ് ഗൈസ്. അവൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവൻ ഇത്രയും ഒരു എഫേർട്ട് എടുത്തൊരു മരുന്ന് കണ്ടുപിടിക്കാൻ അവൻ്റെ ചില്ലറ ബുദ്ധിയൊന്നുമില്ല സാർ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനൊരു ഫ്രണ്ട് ഉണ്ടെന്ന്. ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് അവൻ നോക്കുന്നത്. സോ ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ് അവൻ. സോ ഇവൻ്റെ ഈ കാര്യം പറയാനായിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഓടി ചെല്ലുകയാണ് ഗൈസ്. സോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പേര് റാം. സോ ഗൈസ് നമ്മൾ പേരെല്ലാം അതിനെ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ചിലപ്പോൾ ഈ ജാപ്പനീസ് ആനിമേറ്റ് ചിലപ്പോൾ പേരൊക്കെ മാച്ച് ആയില്ലെന്ന് വരാം. അത് എൻ്റെ ഒരു ഓൺ ആയതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടത്തിൽ ക്രിയേറ്റ് ചെയ്തത്. അതാണ് റാം എന്നൊക്കെ പേരിട്ടത്. എനിവേ ഗൈസ് നമ്മുടെ റാമിൻ്റെ അടുത്ത് നമ്മുടെ ഫുഷ്റോ ഓടിച്ച് നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ പറയാണ്. അവൻ സ്വന്തമായൊരു മരുന്ന് കണ്ടുപിടിച്ച് അവൻ്റെ അസുഖം മാറ്റിയെന്ന് ഫുഷ്റോ നീച്ചിൻ റാമിനോട് പറയാണ്. റാം ഇത് കേട്ടതോടെ ഭയങ്കര ഹാപ്പിയാണ്. റാം ചോദിക്കുകയാണ്, ഫുഷ്റോ നീ അത് ചെയ്തോ എന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ അവന് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവൻ ആലോചിക്കുകയാണ്, ഇവന് അസുഖമുള്ള ടൈമിന് ഒരു ബോഡി മാർക്ക് ഉണ്ടായിരുന്നു. ഈ അസുഖമുള്ള ടൈമിന് അതവൻ പെട്ടെന്ന് ഷോൾഡറിൻ്റെ അവിടെ പെട്ടെന്ന് ഷോൾഡറിൽ നോക്കുക, ആ ബോഡി മാർക്കായ അവിടെ ഇല്ല. അപ്പോൾ അവന് മനസ്സിലായി അവൻ്റെ അസുഖം വന്ന് കംപ്ലീറ്റ്ലി ക്യൂറായെന്ന്. അവനങ്ങനെ ഭയങ്കര ഹാപ്പിയോടെ അവൻ ഫാമിലി അടുത്ത് പറയാൻ പാ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുപോകുന്നു. അങ്ങനെ അവൻ്റെ ഫാമിലിയൊക്കെ കാണിച്ച് ഫാമിലിയെ ഭയങ്കര ഷോക്കായിരിക്കുകയാണ് അവൻ. പിന്നെ അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നു, ഫുഷ്റോ നീ അത് ചെയ്തിരിക്കുന്നു, ഫുഷ്റോ
നീ ഇനിയും വലിയ ഇതിലോട്ട് എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം ഫുഷ്റോ എന്ന് പറയുന്നു. പിന്നെ സീൻ കട്ടായിട്ട് ഫുഷ്റോ നിച്ചിനെയാണ് കാണിക്കുന്നത്. ഫുഷ്റോ നിച്ചിൻ ഒരു കോളേജിൽ പഠിക്കുകയാണല്ലോ. കോളേജാണെങ്കിൽ ബുള്ളി ഗ്യാങ്സ് കാണും. കോളേജാണെങ്കിലും സ്കൂളാണെങ്കിലും ഏതൊരു ബുള്ളി ഗ്യാങ്സ് കാണും. അങ്ങനെ നമ്മുടെ ഫുഷ്റോയ്ക്കും കുറച്ച് ബുള്ളി ഗ്യാങ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ബുള്ളി ഗ്യാങ്സ് ഇതാണ് കേസ്. ഇവന്മാരാണ് നമ്മുടെ ഫുഷ്റോയെ ഇങ്ങനെ റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന് ഈ അസുഖമുള്ളതുകൊണ്ട് എല്ലാവരും ഇവനെ ഇട്ടാണ്, അതായത് ഇവനെയാണ് ഇരയായിട്ട് കാണുന്ന എല്ലാവരും ഇട്ട് അടിക്കും പിടിക്കും. അടിച്ചിടിച്ച് കളിയാക്കും. അവൻ്റെ അസുഖം കാരണം മര്യാദയ്ക്ക് കോളേജിൽ പോലും വരാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഇട്ട് കളിയാക്കും. സയൻറ്റിസ്റ്റ് ആവാൻ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇട്ട് കളിയാക്കും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫുഷ്റോ നിച്ചിൻ സ്വന്തമായിട്ട് മരുന്നടിച്ച് അവൻ്റെ ക്യൂറായിട്ട്. സോ പിന്നീട് അവൻ്റെ സ്കൂളിൽ തിരിച്ച് കോളേജിലോട്ട് അവൻ പോവുകയാണ്. അപ്പോൾ ബുള്ളി ഗ്യാങ്സ് പിന്നെ വരികയാണ്. ഫുഷ്റോ നിച്ചിൻ അവരെ കണ്ടപ്പോൾ വിചാരിച്ചു ഇന്നും അവരെന്നെ ബുള്ളി ചെയ്യാൻ വന്നതായിരിക്കും. ഇന്ന് ഞാൻ എന്തായാലും ഞാൻ താന്നു കൊടുക്കത്തില്ല, ഞാൻ എന്തായാലും അവർക്കൊരു ഇടി കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞ് ഫുഷ്റോ നിച്ചിൻ പക്ഷേ ആദ്യം കാര്യം ചോദിക്കുന്നു, നിങ്ങളെ ശല്യപ്പെടുത്താനൊന്നും വന്നില്ലല്ലോ, അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ ലീഡർ വന്നിട്ട് പറയുകയാണ്. ആ ലീഡറിൻ്റെ പേരാണ് മാലിക് ഷാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പേരിനൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് ഇട്ടത്. സോ നമ്മുടെ മാലിക് ഷാൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഭയങ്കര സയൻറ്റിസ്റ്റിക് ആയെന്ന് കേട്ട് നീ നിൻ്റെ അസുഖത്തിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചെന്നോ ഇതായെന്നോ എന്നൊക്കെ പറഞ്ഞ് വലിയ ആളാവനം നിൽക്കൊന്നും വേണ്ട. ഞങ്ങളുടെ മുന്നിൽ നീ ഇപ്പോഴും വെറും പൂച്ചയാണ്, പൂച്ച. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ട് നിൻ്റെ അസുഖം മാറിയില്ല നീ ചെയ്യണമെന്ന് പറയും. ഫുഷ്റോ നിച്ചിൻ ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ ലീഡർ ഫുഷ്റോയ്ക്ക് ദേഷ്യം വരുന്നു. നോക്കണം, നമ്മുടെ അടിമ പൂച്ചയ്ക്ക് ദേഷ്യം വരുന്നു പോലും. എടാ നിൻ്റെ മാറാരോഗം മാറുന്ന വെച്ചാൽ നീ വലിയ ആളാവുന്നൊന്നും വിചാരിക്കണ്ട. എൻ്റെ മുന്നിൽ നീ ഇപ്പോഴും പൂച്ച. ഓക്കെ. ഫുഷ്റോയ്ക്ക് ഇത് മാറാരോഗം എന്ന് കേട്ടപ്പോൾ അവൻ്റെ കൺട്രോൾ പോയി. അവൻ്റെ സകല സ്ട്രെങ്ത് എടുത്തൊരു അറ്റടി. ആസ് യൂഷ്വൽ നമ്മുടെ ഐസണ് പറ്റിയ പോലെ തന്നെ ഇവനൊന്ന് പ്രോപ്പറായിട്ട് ഇടിക്കാൻ പോലും അറിയത്തില്ല. അങ്ങനെ അവൻ്റെ ഇടിയും പാളിപ്പോകും. ഇത് കണ്ട അവിടെയുള്ള എല്ലാവരും ചിരിക്കുന്നു. നമ്മുടെ ബുള്ളി ഗ്യാങ്സും അവിടെ ഉണ്ടായിരുന്ന കുറേ കൊച്ചുങ്ങളൊക്കെ കിടന്ന് ചിരിക്കുന്നു. ഇത് കേട്ട ഫുഷ്റോയ്ക്ക് നല്ല നാണക്കേടാണ്. എന്നിട്ട് ഫുഷ്റോ ചിന്തിക്കുകയാണ്, എന്താണിത്, എനിക്കൊന്ന് ഇടിക്കാൻ പോലും അറിയത്തില്ലേ, ഞാൻ ഒരു വേസ്റ്റായിട്ടാണോ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് എൻ്റെ മരുന്നടിച്ച് ഞാൻ എൻ്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നത്. ഇതൊക്കെ വേസ്റ്റായിപ്പോയോ? ഇല്ല, ഞാൻ വേസ്റ്റല്ല, ഞാൻ ഇനി ഇടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫുഷ്റോ നിച്ചിനൊരു പവർഫുൾ ഒരു ഇടിക്കാൻ നേരത്ത് അവൻ്റെ കയ്യിൽ ഒരു ഇടിമിന്നൽ ലൈക്ക് തണ്ടർ പവർ വരികയാണ്. അതായത് അവൻ്റെ ഫിസ്റ്റിൽ തണ്ടർ ഫിസ്റ്റ് വന്നതും ആ ഇടി കൊണ്ടവൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. അവൻ പക്ഷേ പവർഫുൾ, അവൻ്റെ ഇടി അത്രയും പവർഫുൾ അല്ലാത്തതുകൊണ്ട് അവൻ ചത്തുപോയില്ലെന്നേ ഉള്ളൂ. അവൻ നേരെ അപ്പുറത്തെ ഒരു ഡസ്റ്റ് മില്ലിൽ പോയി കിടന്നു. ഇത് കണ്ട എക്സ്പെക്ട് കിഡ്സ് അവനും റാമും ഒഴിച്ചെന്ന് മാത്രമല്ല, അവൻ്റെ റാമും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പിള്ളേരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. പോയിട്ട് നമ്മുടെ ഫുഷ്റോയ്ക്ക് വരെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകും. പക്ഷെ റാമിന് മാത്രം അവനെന്തോ ഒരു ഫീൽ ചെയ്യുന്നില്ല, അവൻ എന്താ പറ്റിയെന്ന്. പക്ഷെ അവന് അത്ഭുതമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും മറ്റുള്ളവരെ പോലെ അവന് ഫീൽ ചെയ്യുന്നില്ല. നമ്മുടെ ബുള്ളി ഗ്യാങ്ങിലെ ലീഡറിൻ്റെ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് ഗൈസ്. അവൻ ഡെസ്റ്റിമിനി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, വലിയ മാസമൊക്കെ കാണിക്കാതെ പേടിച്ചിട്ട് അവൻ പിന്നെ കണ്ടോളാന്നും പറഞ്ഞ് അവനെ ഓടി. ഇത് കണ്ട് ഫുഷ്റോയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ സ്കൂളിലെ ഏറ്റവും വലിയൊരു ബുള്ളി ഗ്യാങ് ലീഡറിനാണ് അവനെ അടിച്ചത്. അതുകൂടായിട്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസും അവനെ ഭയങ്കര ചീറിങ് അപ്പൊക്കെ ചെയ്യുക. സംഭവം നമ്മുടെ ഫുഷ്റോയ്ക്ക് പോലും അറിയത്തില്ല അവൻ എന്താ സംഭവിച്ചത്. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്ത് അവൻ ഭയങ്കര ഷീറൊക്കെ ചെയ്ത് ഭയങ്കര ഷൈനൊക്കെ ചെയ്ത് ഭയങ്കര പവർഫുള്ളാന്നൊക്കെ അവനെ കാണിച്ചു കൊടുത്ത് ഒക്കെ ചെയ്യാണ് കേസ്. പിന്നെ അവൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അവൻ വീട്ടിൽ പോവാണ് കേസ്. സോ ഇവിടെ വെച്ചാണ് നമ്മുടെ ഡാർക്ക് ബ്ലഡിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ചാണ് കേസ് അവസാനിക്കുന്നത്. സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ 5 to 10 അല്ലെങ്കിൽ 5 to 11 ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു 10 ലൈക്ക് ഒരു 10 വ്യൂസ് നിങ്ങൾ തന്നെ സെക്കൻഡ് പാർട്ട് അപ്പം ഇറക്കും കേസ്. കാരണം ഈ പ്രാവശ്യം ഞാൻ നല്ലൊരു ഫോമിൽ നിൽക്കുകയാണ് കേസ് ഇറക്കാനായിട്ട്. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.